തൃശൂരിലെ കുട്ടനെല്ലൂരിലെ ഹൈസൺ മോട്ടോഴ്സിന്റെ വാഹന ഷോറൂമിൽ വൻ തീപിടുത്തം. നിരവധി വാഹനങ്ങൾ കത്തിയമർന്നു. കോടികളുടെ നഷ്ടം സംഭവിച്ചതായി നിഗമനം. അഗ്നിശമന സേന 3 മണിക്കൂറോളം പണിപ്പെട്ടാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ഇന്ന് രാവിലെ 6 മണിയോടെയായിരുന്നു തീപിടുത്തം നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഉടൻ ഷോറൂമിലെ സെക്യൂരിറ്റി ജീവനക്കാരെ വിവരമറിയിച്ചു. ഷോറൂമിന്റെ പുറകുവശത്തു നിന്നുമാണ് തീ പടർന്നത്. ആദ്യഘട്ടത്തിൽ 3 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയെങ്കിലും തീ നിയന്ത്രിക്കാൻ കഴിയാതെ വന്നതോടെ ജില്ലയിലെ വിവിധ ഫയർ സ്റ്റേഷനുകളിൽ നിന്നായി 3 യൂണിറ്റ് കൂടി എത്തുകയായിരുന്നു. ആളിപ്പടർന്ന തീയിൽ ഷോറൂമിലുണ്ടായിരുന്ന ലക്ഷങ്ങൾ വില വരുന്ന നിരവധി കാറുകൾ കത്തിനശിച്ചു. പുതുക്കാട്, തൃശൂർ, ഇരിങ്ങാലക്കുട എന്നിവിടങ്ങളിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് സംഘങ്ങൾ 3 മണിക്കൂറോളം പരിശ്രമിച്ചാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ഒരു 6 മണിയായപ്പോൾ പോയും പിന്നെ സൗണ്ട് പൊട്ടിത്തെറി പോലെ തോന്നി. അങ്ങനെ ഞാൻ റോഡിലിറങ്ങി നോക്കിയപ്പോൾ ഭയങ്കര പുക, കത്തി അമർന്ന മാതിരിയുള്ള ഇത്. അത് കണ്ടപ്പോൾ ഓടിച്ചെന്ന് ഇവിടെയുള്ള ജനങ്ങളൊക്കെ ഓടിക്കൂടി എല്ലാവരും ഞാൻ അറിയിച്ചു. എൻ്റെ മാനേജറെ അറിയിച്ചു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇതിലേക്ക് പടർന്നു കയറുമെന്ന് ഞാൻ ഭയന്നു പോയി. പക്ഷേ അപ്പോഴേക്കും ആകെ കത്തി ആകെ അമർന്നു പോയി, ഒക്കെ പോയി. ഇനി ഒന്നും അതിൽ നിന്ന് എടുക്കാനില്ല. ഷോറൂമിന് പുറത്തു കിടന്ന ചില കാറുകൾ മാറ്റിയിടാനായെങ്കിലും ഉള്ളിലുള്ളവ നീക്കാനാവാത്തതിനാൽ ഇവയിലേക്ക് തീ പടർന്നു. ഇതാണ് നാശനഷ്ടത്തിന്റെ വ്യാപ്തി കൂട്ടിയത്. തീപിടുത്തത്തിൽ കോടികളുടെ നഷ്ടമാണ് കണക്കാക്കുന്നത്. അതേസമയം തീപിടുത്തത്തിന്റെ കാരണം ഇതുവരെയും വ്യക്തമല്ല. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.